പ്രൈസ് ലോർഡ്. അനുഗ്രഹമായ ഒരു പ്രഭാതം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവജനങ്ങൾക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്ത യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. പൊതുസമൂഹത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു മാർഗമാണ് സ്നേഹം എന്നുള്ളത്. ആ സ്നേഹം ഇല്ല എങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നാം ക്രിസ്തു ഭക്തരായോ ക്രിസ്തു മാർഗത്തിൻ്റെ വക്താവായോ നമുക്ക് നിൽപ്പാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടർ ആണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ലഭിക്കുന്ന ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഘടകം നമ്മളിൽ അങ്കുരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മുടെ ക്രിസ്തുവിനെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ സ്നേഹമാകുന്ന മാർഗത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് അതാണ്. നോക്കിയേ, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അതേപോലെ അത് ഉച്ചരിക്കുന്ന കർത്താവ് അതേ 12-ാം സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എന്നിട്ടും പ്രമാണികൾ അനേകർ വന്ന് അവനിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിക്കുവാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇന്ന് പലരും ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ കഴിയാതെ എന്തുകൊണ്ടാണ് മനുഷ്യൻ പുറകോട്ട് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യൻ്റെ മാനത്തെ ഏറ്റവും വിലയേറിയായി കാണുന്നു. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മാന്യതയെ വിലയേറിയതായി എണ്ണുക. അത് എങ്ങനെ എണ്ണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിലുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അത് വർധനവിലേക്കും ആ സ്നേഹമാണ് നമ്മളെ സകലം ത്യജിക്കുവാനും നമ്മളെ പ്രബോധിപ്പിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും. ആ സ്നേഹ നിമിത്തമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു. യെശയ്യാപ്രവാചകൻ പറഞ്ഞ വാക്കിതാണ്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു എന്നിവിടെ കാണാൻ കഴിയും. അപ്പോൾ കണ്ണുകളെ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുക. എന്തുകൊണ്ട്? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ കഴിയാതെ. അതുകൊണ്ട് ഇത് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ശിഷ്യരായി സമൂഹത്തിൻ്റെ അകത്ത് നിൽക്കുക. വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടി നിരന്തരമായ അനുഭവങ്ങൾ കൂടിയൊക്കെ നാം മുന്നോട്ട് കടന്നു പോകുന്നവരാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.